ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ്ങിൽ ഒരു ഔട്ടിങ്ങിന് പോവാണ്. നമ്മുടെ കുട്ടി പട്ടാളങ്ങളുടെ കൂടെയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഷിമു, നുനു, നയന, ദിയ, അനു അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചെറിയ കുഞ്ഞ് നമ്മളെ താലിയ ബേബിയും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് അവർ നേരെ സുൻക കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കിട്ടിയ ഉടനെ തന്നെ അവർ കുട്ടീനെ വാങ്ങിച്ചിട്ട് അവർ കളിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇസുകുട്ടനും ഞാനൊക്കെ മാറ്റി റെഡിയായി അവിടെ കാത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് നേരെ കോഴിക്കോടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാലിക്കറ്റൊക്കെ ഇങ്ങനെ ബീച്ചിലേക്കൊക്കെ പോയിട്ട് കുറച്ച് കാലമായിട്ടോ ബീച്ചിലിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടന്നിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു നമ്മൾ പോക്കിൻ്റെ. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ പോവാണ്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് കുറ്റിച്ചിറയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ മിന്നത്തിൻ്റെ കൂടെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറ്റിച്ചിറ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഇസുബേബി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇസുബേബി എപ്പോൾ യാത്ര പോവുകയാണെന്നുണ്ടെങ്കിലും ഞാൻ കുട്ടീനെ ചെറിയതിനെ ബാക്കിൽ ആർക്കെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇസുമോനെ മടിയിൽ വെക്കാറുണ്ട് പതിവുള്ളത്. കാരണം അവന് എത്രയായാലും എൻ്റെ മടിയിൽ തന്നെ ഇരുന്ന് ഉറങ്ങണേ. എല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ സുൻകാന വേണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറ്റിച്ചിറ എത്തിയിട്ടുണ്ട്. കുറ്റിച്ചിറ എത്തിയ ഉടനെ തന്നെ അവിടെ കുളത്തിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഡെയിലി വിയർ സ്റ്റോറിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് അവിടെ കിട്ടും. അപ്പം ഇവരെല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് പിന്നെ മോളെ എന്തായാലും അങ്ങോട്ടേക്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ അടുത്ത് തന്നെ കുട്ടീനൊക്കെ കൊടുത്തിട്ട് അവർ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആ കാറ്റും ഒക്കെ കൊണ്ടിട്ട് നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. കുറേ പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കളിക്കാനായിട്ടുള്ളൊരു സ്പേസും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട്. ഒന്നാമത് നമ്മളെ കുട്ടികളുടെ ഡ്രസ്സ് വാങ്ങിക്കാനാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഇസുകുട്ടന് കുറച്ച് നേരം പാർക്കിലൊക്കെ കളിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇവരെ ഏൽപ്പിച്ചിട്ട് പോവാണ് കേട്ടോ കുട്ടീനെ. അപ്പോൾ ഇസുകുട്ടൻ അവിടെ ഒരു കൊക്കുണ്ട്. അതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് മുങ്ങിപ്പോയിട്ട് പിന്നെ വന്നിട്ടില്ല മമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് കുറേ അങ്ങ് അകലെയായിട്ടാണ് കേട്ടോ പൊങ്ങുന്നത്. അങ്ങനെ അവനെ അവിടെ കളിക്കാനും പിന്നെ കുഞ്ഞിനെ നേരെ തൊട്ടപ്പുറത്ത് തന്നെ അവർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് കുഞ്ഞിനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനും സുൻകയും കൂടി നടന്നിട്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവരെ കാണും ചെയ്യാം കേട്ടോ. അങ്ങനെ മോളുടെ ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാനുണ്ട്. ഇതുപോലത്തെ നല്ല അടിപൊളി സർപ്ലസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പം എല്ലാ കിഡ്സിനും പറ്റിയിട്ടുള്ള ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ, അതായത് നമുക്ക് ഒരുപാട് തവണ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും ആവില്ല. നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോയ ഉടനെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് നല്ല ഉഷാറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങൾ മുന്നേ നമുക്ക് ഒരു ആളിലൂടെ അറിഞ്ഞതാണ്. അങ്ങനെ നമ്മൾ എടുക്കാൻ തുടങ്ങിയിട്ടില്ലാണ്ട് നമ്മൾ ഇസുകുട്ടനായാലൊക്കെ ഡെയിലി വിയർ ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. വെറും 120 രൂപക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ ടോപ്പും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. നിങ്ങളും വന്ന് നോക്കുക, നിങ്ങൾക്ക് വർത്തായിരിക്കും. അങ്ങനെ നമ്മൾ അവിടുത്തെ പർച്ചേസിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഇവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തിയപ്പോൾ നല്ല തിരക്ക് കാരണം പോലീസുകാർ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. തിരക്കൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീച്ചിലിപ്പോൾ പുതിയതായിട്ട് കുറേ എനിക്ക് തോന്നുന്നു കുറേ അപ്ഡേഷൻസൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കണ്ട ആ ഒരു അതല്ല കേട്ടോ. ഇനിയിപ്പോൾ അവിടുത്തെ ഷോപ്പുകളായാൽ വരെ നമ്മൾ ആ വന്ന് കാണുന്ന അന്നത്തെ ആ ഒരു കോലമൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഇപ്പം വളരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം എന്താ പറയുക ഓരോരോ ഷോപ്പിൽ ഒക്കെ പോയി ഇങ്ങനെ നോക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ സീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു നിവർത്തിയില്ല. അത്രയ്ക്ക് ഫുള്ളായിരുന്നു കേട്ടോ ആൾക്കാർ. പിന്നെ ബേബിനെ വെച്ച് അപ്പോൾ ചായ കുടിക്കൽ എന്തായാലും നടക്കില്ല എന്ന് അറിഞ്ഞത് ഉടനെ നമ്മൾ പിന്നെ അവിടുന്ന് ഉപ്പിലിട്ട ഐറ്റംസ് ഞാൻ പിന്നെ അധികം കഴിച്ചിട്ടില്ല. അവരിൽ നിന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ടൈമിൽ ഉപ്പിലിട്ട കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പിലിട്ടൊക്കെ. പിന്നെ ഐശ്വര്യതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ അവർ വാട്ടർമെലണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ പിന്നെ നമ്മൾ നാച്ചുറലാണല്ലോ, അതൊക്കെ കഴിച്ചു. അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ മോള് കയ്യിലുണ്ട് എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല. കാരണം അത് പിടിക്കാനായിട്ട് കുറേ ആൾക്കാരാണ്. ഒരാളെ കൈ കുഴങ്ങുമ്പം വേറൊരാളെന്നെ പിടിക്കാനുണ്ട് കേട്ടോ. മാഷാ അല്ലാ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ കടലിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളെപ്പോൾ വന്നാലും ആ ഒരു ഭാഗത്തേക്കായിട്ട് അങ്ങനെ ഇറങ്ങാറില്ല. നമ്മൾ ഇസുകുട്ടനായാലും ഒരു ചെറിയൊരു പേടിയാണ് കേട്ടോ. അപ്പോൾ പോയി നോക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനത്തെ ഈ ഒരു 3D ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിന് മുന്നേ ഏതോ ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ എൻ്റെ വയറ്റിലുള്ള ടൈമിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു തരം എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അത് ചെയ്ത് നോക്കട്ടെ തന്നെയാണ്. നമുക്ക് ആ ഒരു വേറൊരു ലോകത്തെത്തിയ പോലെ തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്യുക. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ആക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഞാൻ ചെയ്ത ആ ഒരു സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രദ്ധയിൽ പെട്ടത് നമ്മളെ നേരെ തൊട്ടപ്പുറത്തായിട്ട് നമ്മളെ കൊണ്ടോട്ടി ഫെസ്റ്റിലൊക്കെ ഉള്ള പോലെ തന്നെ ഫെസ്റ്റൊക്കെ നടക്കുന്നിടത്തുള്ള പോലെ തന്നെ ഒരു പാർക്കാണോ എന്താണെന്ന് അറിയില്ല. അവിടെ ഇങ്ങനെ ആ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം ചിലപ്പം ഇതിന് മുന്നേ ഉണ്ടോ എന്ന് അറിയില്ല. ഞാനിപ്പോഴാണ് അത് നോട്ടീസ് ചെയ്തത് കേട്ടോ. കുറേ നേരം നിന്നതിന് ശേഷം പിന്നെ എല്ലാവരും പറഞ്ഞു എന്നാൽ പോവാം, നമുക്ക് മഴയൊക്കെ വരുന്നതിന് മുന്നേ കാർമേഘങ്ങളൊക്കെ ഒരു മൂടലൊക്കെ ഉണ്ട്, അപ്പം മഴ വരുന്നതിന് മുന്നേ നമുക്ക് പോയി നല്ലൊരു അടിപൊളി ചായയൊക്കെ കുടിക്കാമെന്ന്. അങ്ങനെ ചായ പിന്നെ അത്യാവശ്യം തിരക്ക് ഒഴിഞ്ഞൊരു സ്ഥലത്ത് നിന്ന് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കടികളൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് അതിന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ നമ്മുടെ പോകുന്ന വഴിക്ക് തന്നെ ആ ചായ ഉണ്ടല്ലോ, ചായയൊക്കെ എല്ലാം അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. അവിടെ പോയി നോക്കിയപ്പോൾ കടികളുടെ ഒരു സമാഹാരം തന്നെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കടികളുണ്ട്. കല്ലുമ്മക്കായ തന്നെ വേറൊരു ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്നാക്സ് നമ്മൾ എടുക്കുമ്പോൾ പലതരം സ്നാക്സ് ആയിട്ട് എടുത്തു കേട്ടോ. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എല്ലാ സ്നാക്സിൻ്റെ ആ ഒരു ഇതും അറിയാമല്ലോ. ഇങ്ങനെ മധുരമായിട്ടും എരിവായിട്ടുള്ള സ്നാക്സുകളൊക്കെ നമ്മൾ ഇതാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുക കേട്ടോ. ഏറ്റവും നല്ല രസമുണ്ട്. അവിടുത്തെ കല്ലുമ്മക്കായൊക്കെ ആ ഒരു ചൂടോടെ തന്നെ കിട്ടിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നി. പിന്നെ അതുപോലെ തന്നെ എല്ലാം നല്ല കൊള്ളാമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു റോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 റോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഫാക്കിയിട്ട്. എല്ലാവരും നല്ല ഡയറ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം കുറച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ടപ്പോൾ ഒന്ന് എന്തായാലും കഴിക്കാമെന്നുള്ള ഇതിലാണ് കേട്ടോ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നുമില്ല, സുനിക്കയും ഷിമും ഇവരെല്ലാവരും ചെറിയൊരു ഡയറ്റിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോളിലധികം മയോണൈസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു ഇതിലെടുത്തതാണ്. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാ അവിടുത്തെ ആ ഒരു ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തിട്ടോ. നല്ല അടിപൊളി സംഭവം. നമ്മൾ ആ ഒരു വീട്ടിൽ നിന്ന് ആസ്വദിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ആ കടലൊക്കെ കണ്ടിട്ട് എന്താ പറയുക, മഴയൊക്കെ ഇതാവുമ്പോൾ നല്ല അടിപൊളി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവർ നേരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ മഴപ്പെട്ടിട്ട് ഓടി വരുന്ന വരവാണ് കേട്ടത്. അവരെല്ലാവരും ഒരു അത്യാവശ്യം നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. നല്ല മഴേൻ്റെ കൂടെ തന്നെ ഇടിയും മിന്നലൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ ഒരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഏതായാലും അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള കിട്ടിയ ഒരു സ്പേസിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ആ ഒരു മഴയും പിന്നെ ആ ഒരു തിരമാലയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഇസുകുട്ടനും സുനിക്കും കൂടിയിട്ട് നമ്മളെ താലിയ ബേബീനെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം കുറച്ച് നേരം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചൊക്കെ. സത്യം പറഞ്ഞാൽ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നമ്മളെ മനസ്സൊക്കെ ഒന്നൊരു ഫ്രീ ആയിട്ട് ഫീൽ ചെയ്ത് നല്ലൊരു ഡേ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു മെമ്മറീസൊക്കെ ഉണ്ടായാലേ നമുക്ക് ശരിക്കും ഒരു സ്ട്രെസ് റിലീഫൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന ടൈമിലുള്ള കാഴ്ചയാണ് കേട്ടത്. കാലിക്കറ്റിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും നമ്മുടെ കാലിക്കറ്റിലുള്ള റോഡൊക്കെ ഒരു ബൈക്കിനും കാറിന് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം. അങ്ങനെ അൽഹംദുലില്ലാ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. സുനിക്കതാ നേരെ ഇസുക്കുട്ടനൊക്കെ അപ്പോഴേക്കും ഉറങ്ങാനിങ്ങനെ തൂങ്ങി നിൽക്കുന്നതിനെ കൊണ്ട് അവനെ എടുത്തിട്ട് സുനിക്ക നമ്മൾ അവിടെ ആ ഒരു വഴിയിൽ നേരെ താഴത്തോട്ട് ഇറക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ മഴയും കൂടി പെയ്തതല്ലേ, അതുകൊണ്ട് അവർ വേഗം പോവുകയാണ്, ഇനിയിപ്പോൾ ഇറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്കൊക്കെ ആക്കി തന്നു. ഏകദേശം എല്ലാ സ്ഥലത്തും അപ്പോഴേക്കും കറണ്ടൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിലും കറണ്ട് പോയതുകൊണ്ടാണ് കേട്ടോ തീരെ ലൈറ്റില്ല. അപ്പോൾ ഫോണിൻ്റെ ലൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം കറണ്ട് ഇല്ലാത്തതിനെ കൊണ്ടാണ്, അല്ലാതെ ലൈറ്റ് ഇടാത്തതിനെ കൊണ്ടല്ലേ. ചില ആൾക്കാർക്ക് ഓരോരോ ഡൗട്ടുകളാണ് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇസുകുട്ടനെ ഇങ്ങനെ പേടിപ്പിച്ചാണ്ട് സുനിക്ക് ഇറങ്ങാണ് കേട്ടോ. ഉപ്പയും ഉമ്മയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ കുട്ടീനെയൊക്കെ കൊണ്ട് പോയതല്ലേ, അപ്പോൾ അവർക്ക് ആയാലും എത്രയായാലും പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉപ്പയും ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളത് അവിടെ എത്തി ഉപ്പ ഇസുകുട്ടനൊക്കെ സ്വീകരിച്ചു. അപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഏതായാലും വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ സുനിക്ക യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് കാണാം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ന്യൂ അപ്ഡേഷൻസൊക്കെ അറിയാനായിട്ട് ആ ഒരു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.